ഈസ്റ്റേൺ റമദാൻ വിഭവങ്ങളിൽ ഇന്നൊരു വെറൈറ്റി ഐറ്റമാണ് ത്രെഡഡ് ചിക്കൻ. അപ്പോൾ തൃശ്ശൂരിൽ നിന്ന് വന്നിട്ടുള്ള ആതിരയാണ് നമുക്ക് ഇന്ന് ഈ ത്രെഡഡ് ചിക്കൻ പരിചയപ്പെടുത്തുന്നത്. ആതിര, എന്താണ് ഈ ത്രെഡഡ് ചിക്കൻ? ആ പേര് കേൾക്കുമ്പോൾ ഒരു വെറൈറ്റി ഉണ്ട്. എന്താണ് ആ ഒരു റെസിപ്പി, എങ്ങനെയാണ് ആ ഒരു ഡിഷിനെ കുറിച്ചൊന്ന് പറയും. ത്രെഡഡ് ചിക്കൻ എന്ന് വെച്ചാൽ നമ്മൾ ഒരു സ്നാക്ക് ഐറ്റമാണ്. അതിനകത്ത് നമ്മൾ മെയിൻലി സമൂസ ഷീറ്റ് വെച്ചിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നല്ല ക്രിസ്പി ആയിരിക്കും കഴിക്കാൻ. നമുക്ക് നോമ്പ് തുറയ്ക്ക് കഴിക്കാനുള്ള നല്ലൊരു ഡിഷാണിത്. ഓക്കെ, നമുക്ക് നല്ല സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് പരിചയപ്പെടുത്താം. എന്തൊക്കെയാണ് ഇതിന് വേണ്ടത്? മെയിൻലി വേണ്ടത് നമ്മൾ ചിക്കൻ 100 ഗ്രാം, അത് കഴിഞ്ഞ് ഈസ്റ്റേൺ ചിക്കൻ മസാല, ഈസ്റ്റേൺ ഗരം മസാല, ചില്ലി പൗഡർ, ഈസ്റ്റേൺ ടേമറിക് പൗഡർ, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ ആവശ്യത്തിന് വെളിച്ചെണ്ണ, പിന്നെ ഉപ്പും, കോൺഫ്ലവർ, ഒരു മുട്ട, പിന്നെ സമൂസ ഷീറ്റ്. ഓക്കെ, നമുക്കപ്പോൾ ഉണ്ടാക്കി തുടങ്ങിയാലോ? ശരി. പിന്നെ നമുക്ക് ആദ്യം വേണ്ട 100 ഗ്രാം ചിക്കൻ, അത് നമുക്ക് മിക്സിംഗ് ബൗളിലോട്ട് എടുക്കാം. കുറച്ച് ഗരം മസാല, ചില്ലി പൗഡർ, കുറച്ച് ടർമറിക് പൗഡർ, ഈസ്റ്റേൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, അത് നമുക്ക് 1 സ്പൂണോളം ചേർക്കാം. പിന്നെ മുട്ട ഒരെണ്ണം, കോൺഫ്ലവർ, ആവശ്യത്തിന് ഉപ്പും കുരുമുളകും. അതിൽ കുറേ വർഷമായോ യു എയിൽ? ഇവിടെ വന്നിട്ട് 5 വർഷമാണ്. 5 വർഷമാണ്. ഓക്കെ, ഈ കുക്കിംഗ് എങ്ങനെയാണ്? ഭയങ്കര പാഷനാണ്? പാഷനാണെങ്കിൽ ഇതുപോലെ കോമ്പറ്റീഷൻസിലൊക്കെ പങ്കെടുക്കാറുണ്ട്. പിന്നെ ഓരോരോ ഐറ്റംസ് വീട്ടിൽ ട്രൈ ചെയ്യാറുണ്ട്. ഇത് നമ്മൾ മാരിനേറ്റ് ചെയ്തിട്ട് വെക്കണോ? ഇതിന് നമ്മൾ ഒരു 15-20 മിനിറ്റ്സ് മാരിനേറ്റ് ചെയ്ത് വെക്കണം. ഇപ്പോൾ ഈ ഷീറ്റ് നമുക്ക് തിൻ സ്ലൈസ് ആയിട്ട് മുറിക്കാം. രണ്ടായിട്ട് മടക്കിയിട്ട് നമുക്ക് തിൻ സ്ലൈസ് ആയിട്ട് മുറിക്കാം. അപ്പോഴാണ് ത്രെഡ് ആ ഒരു ഷേപ്പ് കിട്ടുന്നതിന് വേണ്ടി. ഇനി എന്താ നെക്സ്റ്റ് വരും? ഇനി ഇതിനകത്ത് കുറച്ച് കോൺഫ്ലവർ ചേർക്കാം, കുറച്ച് ക്രിസ്പി ആകാൻ വേണ്ടി. കുറച്ചൊന്ന് ചേർക്കാം. ചിക്കനിലും ചേർക്കും കോൺഫ്ലവർ, അതിൽ ചേർക്കുന്നുണ്ട് ജസ്റ്റ്. പിന്നെ നമ്മൾ ഫൈനൽ സ്റ്റെപ്പിലെത്തി. ഇതിൽ നിന്ന് ഓരോ ത്രെഡ്സ് ആയിട്ട് എടുത്തിട്ട് ഇങ്ങനെ ബോണ്ട് ചെയ്ത് വെച്ച് ഒരു പീസ് ചിക്കൻ ഇതിൻ്റെ മുകളിലോട്ട് വെക്കാം. എന്നിട്ട് ഫോൾഡ് ചെയ്തെടുക്കാം. സിമ്പിൾ ആണല്ലേ? അപ്പോൾ പെട്ടെന്ന് തന്നെ പറ്റും. പക്ഷേ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് എടുക്കണം. മസാല പിടിക്കാനുള്ള ടൈം എടുക്കുക. ജസ്റ്റ് ഇങ്ങനെ വെക്കാം. ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. കൈ കൊണ്ട് പ്രസ് ചെയ്ത് കൊടുക്കുക ചെറുതായിട്ട്. അതങ്ങനെ ഇരുന്നോളൂ? ഇരുന്നോളൂ. ആ മുട്ടയുടെ ഇതിൽ ഒട്ടിയിരുന്നോളൂ അല്ലേ, മുട്ടയുടെ നനവില്. അപ്പോൾ ഇത് എനിക്ക് തോന്നുന്നത് ഫൈനൽ സ്റ്റേജ് ആയല്ലേ? ഇനെല്ലാം ഇനി പൊരിച്ചെടുക്കണം. ചട്ടി ചൂടായിട്ടുണ്ട്. നമുക്കിനി ഇതിനകത്ത് ഈസ്റ്റേൺ ഓയിൽ ഒഴിക്കാം. ഓക്കെ, എണ്ണ ചൂടായിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ? അപ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് ഇടാം. എണ്ണയിലോട്ട് നമുക്കിത് മറിച്ചിടാം. നല്ലൊരു മണം വരുന്നുണ്ട്. നല്ല വെളിച്ചെണ്ണയിൽ പൊരിച്ചതിൻ്റെ ഒരു മണം ഉണ്ടല്ലേ? നല്ല മണം. അപ്പോൾ നമ്മുടെ ത്രെഡഡ് ചിക്കൻ റെഡി ആയല്ലേ? വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കുന്ന ഒരു സ്നാക്കാണ്. വളരെ ചെറിയ സമയം കൊണ്ട് കുട്ടികൾക്ക് നല്ല ഇഷ്ടമാണ്. അതായത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റം തന്നെയാണ്. വളരെ സിമ്പിളാണ് ത്രെഡഡ് ചിക്കൻ. അപ്പോൾ ആതിരയ്ക്ക് ഈസ്റ്റേൻ്റെ വക ഒരു ചെറിയൊരു ഗിഫ്റ്റ് ഹാമ്പർ. താങ്ക് യു. ഇത് ഗൾഫ് ഫോക്കസിൻ്റെ വക ഒരു ഉപഹാരം. താങ്ക് യു.